ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് MCH 020 ബ്ലോക്ക് 2 യൂണിറ്റ് 6ൻ്റെ കേസാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ബ്ലോക്ക് 2 യൂണിറ്റ് 6ൽ വരുന്നതെന്ന് നോക്കാം. അതായത് ബ്ലോക്ക് 2 യൂണിറ്റ് 6 എന്ന് പറയുമ്പോൾ നമ്മുടെ യൂണിറ്റ് 5ൽ വൈബ്രേഷണൽ സ്പെക്ട്രോസ്കോപ്പി ഓഫ് ഡയറ്റോമിക് മോളിക്യൂൾ ആണെന്നുണ്ടെങ്കിൽ യൂണിറ്റ് 6 എന്ന് പറയുന്നത് പോളിയറ്റോമിക് മോളിക്യൂൾ ആണ് കേട്ടോ. ഇനി വൈബ്രേഷണൽ സ്പെക്ട്രോസ്കോപ്പി ഓഫ് പോളിയറ്റോമിക് മോളിക്യൂൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അതായത് എന്താ അവർ ഉദ്ദേശിക്കുന്നത് വൈബ്രേഷണൽ സ്പെക്ട്രോസ്കോപ്പി ഓഫ് പോളിയറ്റോമിക് മോളിക്യൂൾ എന്നതുകൊണ്ട്? നോക്കിയേ, എന്തൊക്കെ കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങളാണ് മോളിക്കുലാർ വൈബ്രേഷൻസിൽ വരുന്നത്? ഡയറ്റോമിക് സിസ്റ്റം അല്ല, ഡയറ്റോമിക് സിസ്റ്റത്തിന് അപ്പുറത്തേക്ക് ഒരു മോളിക്കുലാർ സിസ്റ്റത്തിൽ എന്തൊക്കെ കോംപ്ലക്സ് ആയിട്ടുള്ള മോളിക്കുലാർ വൈബ്രേഷൻസ് ഉണ്ടാകുന്നുണ്ട്, അതിനെ പറ്റിയിട്ടാണ് വൈബ്രേഷണൽ സ്പെക്ട്രോസ്കോപ്പി ഓഫ് പോളിയറ്റോമിക് മോളിക്യൂൾസ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രസൻറ്റേഷൻ വഴി നമുക്ക് പോളിയറ്റോമിക് മോളിക്യൂൾസ് എങ്ങനെ വൈബ്രേറ്റ് ചെയ്യും, അതിൻ്റെ മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള ഫ്രെയിം വർക്ക്സ് എങ്ങനെയാണ് അതിൻ്റെ മോഷൻസ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ സഹായിക്കുന്നത്, എത്രത്തോളം എങ്ങനെയാണ് നമുക്ക് ഈ സ്പെക്ട്രോസ്കോപ്പി മോളിക്കുലാർ സ്ട്രക്ചർ തരുന്നത് എന്നുള്ള കാര്യങ്ങളാണ് ഈ ഒരു ചെറിയൊരു പ്രസൻറ്റേഷൻ വഴി ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ഓക്കെ, ഇനി ഇതിൽ സിമ്പിളിൽ നിന്നും കോംപ്ലക്സിലേക്ക് നമുക്ക് ടോപ്പിക്കിലേക്ക് പോകാം. അതായത് ആദ്യം നമ്മൾ നോർമൽ മോഡ്സും കോർഡിനേറ്റിനെയും പറ്റി ഡിസ്കസ് ചെയ്യും. അതിനുശേഷം സെലക്ടഡ് റൂളും സ്പെക്ട്രയെയും പറ്റി പറയും. പിന്നെ നമ്മൾ അഡീഷണൽ ബാൻഡിനെ പറ്റിയും റൊട്ടേഷണൽ വൈബ്രേഷൻ കപ്ലിങ്ങിനെ പറ്റിയും ഒക്കെ പറയുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് പോകാം. സിമ്പിളായിട്ടുള്ള കോൺസെപ്റ്റിൽ നിന്ന് കോൺസെപ്റ്റിലേക്ക് പോകാം. ഓക്കെ, നമുക്ക് ആദ്യം നോക്കാനുള്ളത് ഡയറ്റോമിക്കും പോളിയറ്റോമിക് മോളിക്യൂളും തമ്മിലുള്ള ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഡിഫറൻസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഡയറ്റോമിക് മോളിക്യൂൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഡിഫറൻസ് എന്താണ്? പ്യുവർ ആയിട്ടുള്ള വൈബ്രേഷണൽ സ്പെക്ട്രമാണ് ഡയറ്റോമിക് മോളിക്യൂൾ എന്ന് പറയുന്നത്. അതിലാകെ കൂടി ഒരു 3 ലൈൻസേ ഉള്ളൂ. ഒന്നെന്ന് പറയുന്നത് എന്താണ്? ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസിയാണ് കാണിക്കുന്നത്. പിന്നെ 2 എണ്ണം എന്താണ്? ഓവർടോൺസ് ആണ്. ഓക്കെ, ഒരു ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസിയും 2 ഓവർടോൺസും ആണ്. അപ്രോക്സിമേറ്റ്ലി ഡബിൾ ആൻഡ് ട്രിപ്പിൾ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസീസ് ഉണ്ടാകും. പിന്നെ ലോവർ ഇൻറ്റൻസിറ്റീസിൽ ഡബിളും ട്രിപ്പിളും ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസീസ് ആയിരിക്കും ഡയറ്റോമിക് മോളിക്യൂൾസിൽ ഉണ്ടാവുക. പോളിയറ്റോമിക് മോളിക്യൂൾസ് എന്ന് പറയുമ്പോൾ മൾട്ടിപ്പിൾ ബോൺസ് ആയിരിക്കും അവരുണ്ടാവുക. അവർ ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു കോംപ്ലക്സ് സ്പെക്ട്ര ആയിരിക്കും. ഒബ്വിയസ്ലി നമ്മുടെ ഒരു ആറ്റം അല്ല ഉള്ളത്, ഒരുപാട് ആറ്റംസ് ഉണ്ട്. പോളി അറ്റോമിക് മോളിക്യൂൾസ് ആണ്, അപ്പോൾ ഒരുപാട് ആറ്റംസ് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ള സിഗ്നൽ എന്ന് പറയുന്നത് ഓരോ ബോണ്ടിനും അനുസരിച്ച് ഡിഫറെൻ്റ് ആയിരിക്കും. ഇൻട്രാക്ഷൻസ് എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് ബോണ്ടും കൂടി ഫർദർ കോംപ്ലക്സിറ്റി കൂട്ടുകയാണ് ചെയ്യുന്നത്, ഡിഫറെൻറ്റ് ബോൺസും കൂടി വരുമ്പോൾ. അപ്പോൾ ഒരു റീസണബിൾ സൈസ് ആയിട്ടുള്ള മോളിക്യൂള് ഹൈലി കോംപ്ലക്സ് ആയിട്ടുള്ള IR സ്പെക്ട്ര ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുക. ആ IR സ്പെക്ട്ര നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് കെയർഫുൾ ആയിട്ടുള്ള ഒബ്സർവേഷൻ ആവശ്യമാണ്. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്നുള്ളതിനെ പറ്റിയിട്ട് പഠിക്കാം. എന്താണ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം? ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ്. എന്താണ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത്? ഒരു സ്പേഷ്യൽ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരു ഇൻഡിപെൻഡൻറ്റ് ആക്സിസ് ഓഫ് മോഷനെയാണ് സ്പേഷ്യൽ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതായത് ഒരു സിംഗിൾ ആറ്റത്തിന് 3 സ്പേഷ്യൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ട്, ഓൾറെഡി ഉള്ളതാണ്. ഒരു സിംഗിൾ ആറ്റത്തിന് 3 സ്പേഷ്യൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ട്. ഏതൊക്കെയാണ്? XYZ ആക്സിസുകളാണ്. അതായത് ഇപ്പം നൈട്രജൻ ആറ്റത്തിനാണെന്നുണ്ടെങ്കിൽ നമ്പർ ഓഫ് ആറ്റത്തിനാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ എത്രയായിരിക്കും ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത്? 3 × N ടോട്ടൽ നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡംസ് ഉണ്ടായിരിക്കും. ഇതിൽ N എന്ന് പറയുന്ന N നമ്പർ ഓഫ് ആറ്റംസ് ആണ് കേട്ടോ. അപ്പോൾ ഈ N നമ്പർ ഓഫ് ആറ്റംസ് ഉണ്ടെങ്കിൽ മൾട്ടിപ്പിൾ ഓഫ് 3 ആയിരിക്കും എന്തെന്ന് പറയുന്നത്? ടോട്ടൽ നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത്. അതായത് ഓരോ ആറ്റത്തിനും 3 വീതമില്ലേ, എല്ലാം കൂടി ചേർക്കുമ്പോൾ 3 × N എന്ന് വരും. ഇനി ട്രാൻസ്ലേഷൻ, 3 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം സെൻറ്റർ ഓഫ് മാസിൻ്റെ മോഷനോട് കൂടിയിട്ട് കിട്ടുകയാണെങ്കിൽ അതിന് ട്രാൻസ്ലേഷൻ എന്ന് പറയും. പിന്നെ റൊട്ടേഷൻ വഴി നമുക്ക് 3 നോൺ ലീനിയർ മോളിക്യൂൾസിൻ്റെ 2 ലീനിയർ മോളിക്യൂൾസും 2 ലീനിയർ മോളിക്യൂൾസിനാണെങ്കിൽ 2ഉം നോൺ ലീനിയർ മോളിക്യൂൾ ആണെങ്കിൽ 3ഉമായിരിക്കും ഇതിൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത്. വൈബ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3n - 6 ആയിരിക്കും നോൺ ലീനിയറിന്, 3n - 5 ആയിരിക്കും ലീനിയർ മോളിക്യൂളിന്. അപ്പോൾ ഇത് 3ഉം എന്താണ്? ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിൻ്റെ കേസാണ്. ട്രാൻസ്ലേഷനിലാണെങ്കിൽ ഒന്നുകൂടി പറയാം, 3 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആയിരിക്കും സെൻറ്റർ ഓഫ് മാസ് മോഷൻ്റെ ആയിരിക്കും. റൊട്ടേഷൻ ആണെന്നുണ്ടെങ്കിൽ നോൺ ലീനിയർ മോളിക്യൂൾസിന് 3ഉം ലീനിയർ മോളിക്യൂൾസിന് 2ഉമായിരിക്കും. വൈബ്രേഷൻ ആണെന്നുണ്ടെങ്കിൽ 3n - 6 ആയിരിക്കും നോൺ ലീനിയറിന്,
3n-5 ആണ് ലീനിയർ മോളിക്യൂൾസിന്. ഓക്കെ അല്ലേ? ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് കാൽക്കുലേറ്റിംഗ് വൈബ്രേറ്റിംഗ് മോഡ്സ് ആണ്. വൈബ്രേറ്റിംഗ് മോഡ്സ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഇപ്പോൾ N2 നൈട്രജൻ മോളിക്യൂളിൻ്റെ കേസാണെന്ന് വിചാരിച്ചോ. N2ന് എത്രയാണ് ലീനിയർ ആയിട്ടുള്ള മോളിക്യൂളാണ് N2 എന്ന് പറയുന്നത്. ഇതിലാകെ കൂടി ഒരു ടൈപ്പിലുള്ള ആറ്റം മാത്രമേ ഉള്ളൂ. അപ്പോൾ 3n-5 എന്ന് പറയുന്നതിൽ N2 എന്ന് പറയുന്നത് 2 ആറ്റംസ് ഉണ്ട്. ഒരു ടൈപ്പ് ആറ്റമേ ഉള്ളൂ, അത് തന്നെ 2 എണ്ണമാണ് ഉള്ളത് അല്ലേ? ഇപ്പോൾ ഈ 2 എണ്ണം ഉള്ളപ്പോൾ 1 2 2 എണ്ണം ഉണ്ട്. അപ്പോൾ എന്നിൻ്റെ വാല്യൂ എത്രയാണ്? 2 ആണ് കേട്ടോ. അപ്പോൾ 3 × 2 - 5 വിച്ച് ഈസ് ഈക്വൽ ടു 1 മോഡ്. ഓക്കെ അല്ലേ? ഇനി H2O കേസിലാണെങ്കിലോ നോൺ ലീനിയർ ആണ്, അത് ഇങ്ങനെ ആയിരിക്കുന്നത് കേട്ടോ. നോൺ ലീനിയർ ആണ്, ലീനിയർ അല്ല, നോൺ ലീനിയർ ആയിട്ടൊരു V ഷേപ്പിലാണ് H2O കാണപ്പെടുന്നത്. അപ്പോൾ H2ൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ എത്രയായിരിക്കും? 3 ആറ്റംസ് ഉണ്ട്. 3n-6 ആണ്. നോൺ ലീനിയർ ആകുമ്പോൾ 3n-6 ആണ് ചെയ്യേണ്ടത്. അപ്പോൾ 3 × 3 - 6 വിച്ച് ഈസ് ഈക്വൽ ടു 3 മോഡ്സ്. ഇവിടെ n-1 എന്ന് പറയുന്നത് സ്ട്രെച്ചിങ് നോഡും 2n-5ഉം 2n-4 എന്ന് പറയുന്നത് ബെൻഡിങ് മോഡ്സും ആണ്. അതും അക്രിലിക് മോളിക്യൂൾസിൻ്റെ കേസിൽ. ഇനി മൂന്നാമത്തേന്ന് പറഞ്ഞാൽ CO2 ലീനിയർ ആണ്. CO2ൻ്റെ സ്ട്രക്ചർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. അതിങ്ങനെയാണ് CO2ൻ്റെ സ്ട്രക്ചർ വരുന്നത്. ഡബിൾ ബോണ്ട് O എന്ന് വരും. ഇതിൻ്റെ റെസൊണൻസും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. ഇപ്പം എന്താ ഡബിൾ ബോണ്ട് O എന്ന് വരും. ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ വരാം. ഓക്കെ, അപ്പം നമ്മൾ അതിലോട്ട് പോകുന്നില്ല. ഇതിൻ്റെ സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്ന 3 ആറ്റംസ് ആയിരിക്കും ഉണ്ടാവുക. ലീനിയർ ആണ്, അതുകൊണ്ട് 4 മോഡ്സ്. ഇതിനാണെങ്കിലോ N-ഹെക്സൈൻ അല്ലെങ്കിൽ എന്താണ് നോർമൽ ഹെക്സൈൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ 3n-4 വിച്ച് ഈസ് ഈക്വൽ ടു ഹെക്സൈൻ ആകുമ്പം 18 ബോൺസ് ഉണ്ട്. 3 × 18 - 6 വിച്ച് ഈസ് ഈക്വൽ ടു 48 മോഡ്സ്. ക്ലിയർ അല്ലേ? കാൽക്കുലേറ്റിംഗ് വൈബ്രേഷണൽ മോഡ്സ് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഇനി ബാക്കി നോക്കാമല്ലോ. നോർമൽ കോർഡിനേറ്റ്സിൻ്റെ കേസ് നോക്കാം. നോർമൽ കോർഡിനേറ്റ്സ് എന്ന് പറയുമ്പോൾ മോളിക്കുലർ മോഷൻ ഡിസ്ക്രൈബ് ചെയ്യാനാണ് നോർമൽ കോർഡിനേറ്റ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നോർമൽ കോർഡിനേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ലീനിയർ കോമ്പിനേഷൻ ഓഫ് Cartesian displacement coordinates that characterize coupled atomic motion. അതായത് കപ്പിൾഡ് ആയിട്ടുള്ള ഒരു അറ്റോമിക് മോഷനെ കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാർട്ടീഷ്യൻ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഒരു കോമ്പിനേഷനാണ് നോർമൽ കോർഡിനേറ്റ് എന്ന് പറയുന്നത്. ഓരോ നോർമൽ കോർഡിനേറ്റ് എന്ന് പറയുന്നതും എന്തിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ഇൻഡിപെൻഡൻറ്റ് വൈബ്രേഷണൽ മോഡിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അവിടെ എല്ലാ ആറ്റംസും എന്ത് ചെയ്യുന്നു? സെയിം ഫ്രീക്വൻസിയിലായിരിക്കും മൂവ് ചെയ്യുക. ഓക്കെ അല്ലേ? ഇനി ഒരു നോർമൽ കോർഡിനേറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ലീനിയർ കോമ്പിനേഷൻ ഓഫ് അറ്റോമിക് കാർട്ടീഷ്യൻ ഡിസ്പ്ലേസ്മെൻറ്റ്. അറ്റോമിക് കാർട്ടീഷ്യൻ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഒരു ലീനിയർ കോമ്പിനേഷനാണ് നോർമൽ കോർഡിനേറ്റ് എന്ന് പറയുന്നത്. അത് എന്ത് ചെയ്യുന്നു? കപ്പിൾഡ് മോഷനെ ക്യാരക്ടറൈസ് ചെയ്യുന്നു. അത് മാത്രമല്ല എല്ലാ ആറ്റത്തിനെയും മോളിക്യൂൾസിലുള്ള എല്ലാ ആറ്റത്തിനെയും കപ്പിൾഡ് മോഷനെയും അത് ക്യാരക്ടറൈസ് ചെയ്യുന്നുണ്ട്. ഓക്കെ അല്ലേ? അടുത്ത് നോക്കിയേ, കാർട്ടീഷ്യൻ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ് കാർട്ടീഷ്യൻ? ഞാൻ നമ്മളിപ്പോഴും പറഞ്ഞതേ ഉള്ളൂ. കാർട്ടീഷ്യൻ ഡിസ്പ്ലേസ്മെൻറ്റ് എന്താ കാർട്ടീഷ്യൻ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്? ഒരു ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റ് കോർഡിനേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ആക്സിസിലും എത്രത്തോളം ആണ് അവർ 3 ആക്സിസ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ആ 3 ആക്സിസിലും അവരുടെ ഡിസ്പ്ലേസ്മെൻറ്റ് എങ്ങനെയാണ് എന്നുള്ളതാണ് എന്തെന്ന് പറയുന്നത്? കാർട്ടീഷ്യൻ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ കേസാണെങ്കിൽ എന്താണ് Q1 എന്ന് പറയുന്നത്? ആദ്യത്തെ കോർഡിനേറ്റ് എന്ന് പറയുന്നത് എന്താണ്? X ടൈംസ് H മൈനസ് X ടൈംസ് ഹീലിയം. ഈ ഹൈഡ്രജനും ഹീലിയം കൂടി വരും. ഇനി Q2 ആണെങ്കിൽ YH മൈനസ് YHE. Q3 ആണെങ്കിൽ ZH2ZHE. ഇങ്ങനെ ആയിരിക്കും കിട്ടുക. ഇനി ക്ലോറിൻ്റെ കേസ് ആണെന്നുണ്ടെങ്കിൽ ക്ലോറിന് HE എന്ന് പറയുന്നത് ഹീലിയം അല്ല കേട്ടോ, സോറി, ഹൈഡ്രജൻ എക്സൈറ്റഡ്. ഇനി ക്ലോറിൻ ആറ്റത്തിൻ്റെ കേസ് ആണെന്നുണ്ടെങ്കിൽ Q4 ആണ്. Q4 എന്ന് പറയുമ്പം X നമ്പർ ഓഫ് ക്ലോറിൻ ആറ്റംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യുന്നു? ക്ലോറിന് തന്നെ എക്സൈറ്റഡ് സ്റ്റേറ്റിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് Q4 എന്ന് പറയുന്നത്. Q5 എന്ന് പറയുന്നത് YCl to YCle ആണ്. Q6 എന്ന് പറയുന്നത് ZCl to ZCle ആണ്. അപ്പോൾ ഇതിൻ്റെ ഈ രണ്ടിൻ്റെയും എന്തിനാണ് കൊടുത്തത്? ഹൈഡ്രജനും ക്ലോറിൻ ആറ്റത്തിൻ്റെയും കേസാണ്. നമ്മൾ കോർഡിനേറ്റ്സ് ഓഫ് HCl ആണ് എടുക്കുന്നത് കേട്ടോ. അങ്ങനെയെങ്കിൽ ഈ എത്ര കോർഡിനേറ്റ്സ് ഉണ്ടായിരിക്കും? 1 2 3 4 5 6 കണ്ടോ? 6 കോർഡിനേറ്റ്സ് ഉണ്ടായിരിക്കും. മനസ്സിലായോ? അപ്പോൾ എങ്ങനെയാണ് ജനറലി വെക്ടറായിട്ട് പറയുന്നത്? Q1 Q2 Q3 Q4 Q5 Q6 ഇങ്ങനെയായിരിക്കും അതിൻ്റെ വെക്ടർ കോർഡിനേറ്റ്സ് വരുന്നത്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് നോർമൽ കോർഡിനേറ്റ്സിനെ ഡിസ്പ്ലേസ്മെൻറ്റിൽ നിന്നും എങ്ങനെ ജനറേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്ലേഷൻ ആണ്. TX
ഓക്കെ, ടി എക്സ് എന്ന് പറയുന്നത് ട്രാൻസ്ലേഷണൽ കോർഡിനേറ്റ്സിനെ നമുക്ക് എങ്ങനെ കിട്ടും? Q1നെയും Q4നെയും തമ്മിൽ പ്ലസ് ചെയ്താൽ മതി. രണ്ട് ആറ്റംസും എന്ത് ചെയ്യണം? എക്സ് ആക്സിസിലോട്ട് മൂവ് ചെയ്യുകയാണ് എന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ Q1 + Q4. ഇതാ ഇവിടെ നോക്കിയേ, Q1 എന്ന് പറയുന്നത് ആദ്യത്തെ ആറ്റത്തിൻ്റെ എക്സ് കോർഡിനേറ്റ് ആണ്, Q4 എന്ന് പറയുന്നത് രണ്ടാമത്തെ ആറ്റത്തിൻ്റെ എക്സ് കോർഡിനേറ്റ് ആണ്. അതുകൊണ്ടാണ് അങ്ങനെ ആഡ് ചെയ്യുന്നത് കേട്ടോ. ഇനി റൊട്ടേഷൻ ആണെന്നുണ്ടെങ്കിൽ Q2 - Q5 ആണ്. ആറ്റം മൂവ്സ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ കോസിങ് റൊട്ടേഷൻ. ആറ്റംസ് എന്ത് ചെയ്യുന്നു? രണ്ടും രണ്ട് ഡയറക്ഷനിലോട്ടാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു ആറ്റം ഇവിടെയും ഒരു ആറ്റം ദാ ഇവിടെയാണെന്ന് വെച്ചോ. ഈ ആറ്റം ദാ ഇങ്ങനെ കറങ്ങുമ്പോൾ അടുത്ത ആറ്റം എന്തായാലും തിരിച്ച് കറങ്ങണ്ടേ? ഇങ്ങനെ കറങ്ങിയാലല്ലേ അത് റൊട്ടേഷണൽ മോഷനായിട്ട് വരുള്ളൂ, അല്ലേ? എങ്കിലല്ലേ അത് കറങ്ങുള്ളൂ. അപ്പം എന്ത് ചെയ്യണം? മേളിലത്തതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കും താഴെ എടുക്കേണ്ടത്. അതുകൊണ്ടാണ് ഇവിടെ Q2 - Q4 എന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് y ആക്സിസ് Q2 - Q5 ആയിരിക്കും എടുക്കുക. ക്ലിയർ അല്ലേ? ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് നമുക്ക് വേണ്ടത്. ഇനി അടുത്ത് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ടാണ് ഇവിടെ നെഗറ്റീവ് സൈൻ വന്നത് കേട്ടോ. നെഗറ്റീവ് സൈൻ എന്തുകൊണ്ട് വന്നു എന്ന് ചോദിക്കരുത്, ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്, അതുകൊണ്ടാണ്. ഇനി വൈബ്രേഷൻ Q ആണെന്നുണ്ടെങ്കിലോ, Q1 - Q4 ആറ്റംസ് എന്ത് ചെയ്യുന്നു? ബോണ്ട് ആക്സിസിനനുസരിച്ചാണ് ഓസിലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യും? Q1 - Q4 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? വൈബ്രേഷൻ കിട്ടും. അപ്പം HCl-നാണെന്നുണ്ടെങ്കിൽ എത്ര നോർമൽ കോർഡിനേറ്റ്സ് ഉണ്ടായിരിക്കും? 3 ട്രാൻസ്ലേഷണൽ, 2 റൊട്ടേഷണൽ, പിന്നെ ഒരു വൈബ്രേഷണൽ. ടോട്ടൽ എത്രയായി? 6 ടോട്ടൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ടായിരിക്കും. ക്ലിയർ അല്ലേ? 3 ട്രാൻസ്ലേഷണൽ, 2 റൊട്ടേഷണൽ, ഒരു വൈബ്രേഷണൽ മോഷൻ. ക്ലിയർ അല്ലേ? ഡൗട്ട് ഇല്ല എന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്തതിലോട്ട് നമുക്ക് പോവാം. നോർമൽ മോഡ്സ് ഓഫ് H2O എന്ന് പറയുന്നത്, നോർമൽ മോഡ്സ് എന്ന് പറയുമ്പം എത്രയൊക്കെ ഉണ്ട്? നമുക്ക് 3-4 സ്ട്രെച്ചിങ്ങും കാര്യങ്ങളും, ബെൻഡിങ് മോഡ്സും സ്ട്രെച്ചിങ് മോഡ്സും നോക്കാം. സിമെട്രിക് സ്ട്രെച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? OH ബോൺസ് രണ്ടും എന്ത് ചെയ്യുന്നു? സ്ട്രെച്ച് ചെയ്തിട്ട് പിന്നെ കംപ്രസ് ചെയ്യുന്നു. ഈ ഫേസിൽ അതാണ് നടക്കുന്നത്. സ്ട്രെച്ചിങ് ആൻഡ് കംപ്രസിങ് ആണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ആറ്റംസ് എന്ത് ചെയ്യുന്നു? ഇക്വിലിബ്രിയം പെട്ടെന്ന് തന്നെ പാസ് ചെയ്ത് പോകുന്നു. ഇനി അസിമെട്രിക് സ്ട്രെച്ച് ആണെന്നുണ്ടെങ്കിലോ, ഒരു OH ബോണ്ട് എന്ന് പറയുന്നത് സ്ട്രെച്ച് ചെയ്യുമ്പോൾ മറ്റേത് എന്ത് ചെയ്യുന്നു? കംപ്രസ് ചെയ്യുന്നു. ഓൾട്ടർനേറ്റ് പൊസിഷനിൽ നടക്കുന്നു. അതായത് ഒരെണ്ണം അടുത്തേക്ക് വരുമ്പോൾ മറ്റേത് എന്ത് ചെയ്യുന്നു? അകലത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, മറ്റേത് അകലത്തേക്ക് പോവും. ഇതാണ് ഇവിടെ നടക്കുന്ന അസിമെട്രിക് സ്ട്രെച്ച് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഇനി ബെൻഡിങ് മോഡ്സ് എന്ന് പറയുന്നത് HOH ബോണ്ട് ആംഗിൾ ഓസിലേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു? മോളിക്കുലർ ജോമെട്രിയിൽ ഉണ്ടാവുന്ന ചേഞ്ച് ആണ്. അതും ബോണ്ട് ലെങ്ത്തിൽ ചേഞ്ച് ഇല്ലാതെ മോളിക്കുലർ ജോമെട്രിയിൽ ഉണ്ടാവുന്ന ചേഞ്ച് ആണ് ബെൻഡിങ് മോഡ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ 3 നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നോർമൽ മോഡ്സ് ഓഫ് H2O ഉള്ളതാണ് ഈ സിമെട്രിക് സ്ട്രെച്ച്, അസിമെട്രിക് സ്ട്രെച്ച്, ബെൻഡിങ് മോഡ് എന്നിവ. ഇനി ലീനിയറും നോൺ ലീനിയർ ട്രയാറ്റോമിക് മോളിക്യൂൾസിൻ്റെ കേസാണ്. ലീനിയർ വേഴ്സസ് നോൺ ലീനിയർ ട്രയാറ്റോമിക് മോളിക്യൂൾസ്. ലീനിയർ ആയിട്ടുള്ള AB2 മോളിക്യൂൾ, അതായത് ട്രയാറ്റോമിക് മോളിക്യൂൾ അല്ല AB2 എന്ന് പറയുന്നത്, CO2 ഒക്കെ ട്രയാറ്റോമിക് ആണ്, പക്ഷേ ലീനിയർ ആണ് കേട്ടോ, സ്ട്രെയിറ്റ് ലൈൻ പോലെയാണ് നിൽക്കുന്നത്. അപ്പോൾ അവർക്കുള്ള പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് 4 മോഡ്സ് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് സിമെട്രിക് മോഡ്. സിമെട്രിക് സ്ട്രെച്ച് എന്ന് പറയുന്നത് 2 കാണും കേട്ടോ. സിമെട്രിക് സ്ട്രെച്ച് അല്ലെങ്കിൽ 2 സ്ട്രെച്ചിങ് ഇത് കാണും. സിമെട്രിക് സ്ട്രെച്ച് എന്നുള്ളതല്ല, 2 സ്ട്രെച്ചിങ് മോഡ്സും 2 ബെൻഡിങ് മോഡ്സും കാണും. കണ്ടോ? ഡീജനറേറ്റ് ബെൻഡിങ് എന്ന് പറയുന്നത് 2 കണ്ടോ? മോഡ്സ് 2 ബെൻഡിങ് മോഡ്സും 2 സ്ട്രെച്ചിങ് മോഡും ഉണ്ടാവും. ഇനി നോൺ ലീനിയറിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ 2 സ്ട്രെച്ചിങ്ങും 1 ബെൻഡിങ്ങും ആയിരിക്കും ഉണ്ടാവുക. എത്രയാ? 2 സ്ട്രെച്ചിങ്. ഇതാ ഇവിടെ 2 സ്ട്രെച്ചിങ്, 1 2 സ്ട്രെച്ചിങ്ങും 1 ബെൻഡിങ്, ഒറ്റ ബെൻഡിങ്ങേ കാണുകയുള്ളൂ. ക്ലിയർ അല്ലേ? നോൺ ലീനിയർ ഓർ ട്രയാറ്റോമിക് മോളിക്യൂളിൻ്റെ കേസിലാണെങ്കിൽ 2 ബെൻഡിങ്ങും 2 സ്ട്രെച്ചിങ്ങും 1 ബെൻഡിങ്ങുമേ ഉള്ളൂ. അപ്പോൾ ടോട്ടൽ എത്രയായിരിക്കും മോഡ്സ്? 4 മോഡ്സ് ആയിരിക്കും കേട്ടോ. 3 മോഡ്സ് ആയിരിക്കും കേട്ടോ. 2 സ്ട്രെച്ചിങ് 1 ബെൻഡിങ് അല്ലേ? 3 മോഡ്സ് ആയിരിക്കും നമുക്കിവിടെ ഉണ്ടാവുക. അതായത് 2+1, 2 ബെൻഡിങ് 1 സ്ട്രെച്ചിങ്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ 2+2 ആയിരിക്കും ഇവിടുത്തെ ബെൻഡിങ്ങും സ്ട്രെച്ചിങ്ങും വരുന്നത്. ക്ലിയർ അല്ലേ? ഇനി അടുത്ത കേസിലേക്ക് നമുക്ക് നോക്കാം. ഡീജനറേറ്റ് വൈബ്രേഷൻ എന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഡൗട്ട് വരാം. 2 ബെൻഡിങ് മോഡ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പെർപെൻഡിക്കുലർ ആയിട്ട്, പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ്, ഐഡൻറ്റിക്കൽ ഫ്രീക്വൻസിയിലും എനർജിയിലും ആണ് അത് വൈബ്രേറ്റ് ചെയ്യുന്നത്. അതും പെർപെൻഡിക്കുലർ ആയിട്ടാണ് വൈബ്രേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിനെ ഡീജനറേറ്റ് വൈബ്രേഷൻ എന്നായിരിക്കും നമ്മൾ പറയുക.
ഓക്കെ അല്ലേ? അപ്പം ഇത്രയുമാണ് നമ്മൾ പഠിച്ച സാധനം. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് നോർമൽ മോഡ്സ് ആണ്. അതായത് ഹാർമോണിക് ബിഹേവിയർ. ഓരോ നോർമൽ മോഡ്സും എന്തായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്? സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട് വിത്ത് ക്വാണ്ടൈസ്ഡ് എനർജി ലെവൽസ്. ക്വാണ്ടൈസ്ഡ് ആയിട്ടുള്ള എനർജി ലെവൽസിനോട് കൂടി ഓരോ മോഡ്സും എന്ത് ചെയ്യുന്നുണ്ട്? സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഇനി ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞാൽ നോർമൽ മോഡ്സ് എന്ത് ചെയ്യില്ല? ഇന്ററാക്ട് ചെയ്യത്തില്ല. അവരെന്ത് ചെയ്യുന്നു? ഒരു മോഡിൽ നിന്ന് മറ്റൊരു മോഡിലേക്ക് എക്സൈറ്റ് ചെയ്യപ്പെടുന്നു, മറ്റേതിനെ അഫക്റ്റ് ചെയ്യാതെ. ഇനി കൺസേർട്ടഡ് മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ആറ്റംസും എന്ത് ചെയ്യുന്നു? ഇക്വിലിബ്രിയം പൊസിഷനിൽ കൂടെ പാസ് ചെയ്യുന്നുണ്ട് വൈബ്രേഷൻ്റെ കൂടെ തന്നെ. ഫിക്സഡ് സെൻറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രോ മാസ് എന്ന് പറയുന്നത് സ്റ്റേഷനറി ആയിരിക്കും വൈബ്രേഷണൽ മോഷൻ്റെ സമയത്ത്. ഇതൊക്കെയാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് നോർമൽ മോഡ്സ് എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? ഹാർമോണിക് ബിഹേവിയർ ആയിരിക്കും, ഇൻഡിപെൻഡൻസ് ആയിരിക്കും, അതായത് നോർമൽ മോഡ്സ് തമ്മിൽ ഇന്ററാക്ട് ചെയ്യത്തില്ല. കൺസേർട്ടഡ് മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ആറ്റംസും എന്ത് ചെയ്യുന്നു? ഇക്വിലിബ്രിയം പൊസിഷനിൽ കൂടെ കടന്നു പോകുന്നു, അതും വൈബ്രേഷൻ്റെ ടൈമിൽ തന്നെ അവർക്ക് കടന്നു പോകാൻ സാധിക്കുന്നു. ഇനി ഫിക്സഡ് സെൻറ്റർ എന്ന് പറഞ്ഞാൽ സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുന്നത് സ്റ്റേഷനറി ആയിരിക്കും വൈബ്രേഷണൽ മോഡിൽ. ഇനി സെലക്ഷൻ റൂളിലേക്ക് നമ്മൾ കടക്കുകയാണ്. വൈബ്രേഷണൽ ട്രാൻസിഷൻ്റെ സെലക്ഷൻ റൂൾ എന്ന് പറയുമ്പം പോളി അറ്റോമിക് മോളിക്യൂൾസിനെ നമുക്ക് 3n-5 എന്ന് 3n-6 എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? ഹാർമോണിക് ഓസിലേറ്റർ ആയിട്ട്, ഇൻഡിപെൻഡൻറ്റ് ഹാർമോണിക് ഓസിലേറ്റർ ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പോൾ അതിൻ്റെ സെലക്ഷൻ റൂൾ എന്ന് പറയുന്നത് ഓരോ നോർമൽ കോർഡിനേറ്റിൻ്റെയും സെലക്ഷൻ റൂൾ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ ന്യൂ എന്ന് പറയുന്നത് +or-1 ആയിരിക്കണം. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന അഡ്സോർപ്ഷൻ എന്ന് പറയുന്നത് വിച്ച് ഇസ് കറസ്പോണ്ട്സ് ടു V = 0 to V = 1 ട്രാൻസിഷൻ ഓഫ് ഈച്ച് വൈബ്രേഷൻ മോഡ്. വൈബ്രേഷൻ മോഡിൻ്റെ ഓരോന്നിൻ്റെയും ട്രാൻസിഷൻ എന്ന് പറയുന്നത് V = 0 തൊട്ട് V = 1 വരെയാണ്. എല്ലാ വൈബ്രേഷനും അതുകൊണ്ട് തന്നെ എന്തല്ല? IR ആക്റ്റീവ് അല്ല. ആക്റ്റീവ് ആവണമെങ്കിൽ ഈ ഒരു കണ്ടീഷൻ ഫോളോ ചെയ്യണം. IR ആക്ടിവിറ്റിയുടെ റിക്വയർമെൻ്റ് എന്ന് പറയുന്നത് വൈബ്രേഷൻ എന്ത് പ്രൊഡ്യൂസ് ചെയ്യണം? ഒരു മോളിക്കുലർ ഡൈപോൾ മൊമെൻറ്റ് ചേഞ്ച് പ്രൊഡ്യൂസ് ചെയ്യണം. അതിൻ്റെ മോഷനോട് കൂടിയിട്ട് ഒരു ചേഞ്ച് പ്രൊഡ്യൂസ് ചെയ്യണം, എങ്കിൽ മാത്രമേ അത് IR ആക്റ്റീവായിട്ട് മാറുകയുള്ളൂ. ഇനി എനർജി ലെവൽ സ്കീം എന്ന് പറഞ്ഞാൽ ഓരോ നോർമൽ മോഡും എന്ത് ചെയ്യുന്നു? അതിൻ്റേതായിട്ടുള്ള രീതിയിൽ എനർജി ലെവൽ ഡയഗ്രാം ക്വാണ്ടൈസ് ചെയ്ത രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് എനർജി ലെവൽ സ്കീം എന്ന് പറഞ്ഞ് നമ്മൾ സെപ്പറേറ്റ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി അടുത്ത നോക്കാമല്ലോ. ഫണ്ടമെൻ്റൽസ് ആയിട്ടുള്ള കാര്യങ്ങളും പിന്നെ അഡീഷണൽ ആയിട്ടുള്ള സ്പെഷ്യൽ ഫീച്ചേഴ്സുമാണ്. അതായത് ഓവർടോൺ എന്ന് പറഞ്ഞ് ട്രാൻസിഷൻ ഡെൽറ്റ V എന്ന് പറയുന്ന +or-2, 3 എന്നിവയിലാണെന്നുണ്ടെങ്കിൽ അവിടെ അൺഹാർമോണിസിറ്റി ആയിരിക്കും അവിടെ ഉണ്ടാവുക. അതായത് അപ്രോക്സിമേറ്റ്ലി 2V0 to 3V0 എന്നിങ്ങനെയുള്ള ഡിക്രീസിങ് ഇൻറ്റൻസിറ്റി ആയിരിക്കും അവിടെ കാണാൻ സാധിക്കുക. പിന്നെ കോമ്പിനേഷൻ ബാൻഡ്സ് ഉണ്ട്. അതായത് സൈമിൾട്ടേനിയസ് എക്സൈറ്റ്മെൻറ്റ് ഓഫ് 2 മോഡ്സ്. 2 മോഡ്സിനെ ഒരേ സമയം എക്സൈറ്റ് ചെയ്യിപ്പിക്കുമ്പോൾ V1 + V2 എന്ന് പറഞ്ഞായിരിക്കും നമ്മൾ എടുക്കുക. ഫ്രീക്വൻസി എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു? അവരുടെ സമ്മിൽ നിന്നും കുറച്ച് കുറവായിരിക്കും ഫ്രീക്വൻസി എന്ന് പറയുന്നത്. പിന്നെ എന്താണ് അതിൻ്റെ കാരണം എന്ന് പറയുന്നത്? അൺഹാർമോണിസിറ്റി ആണ്. കാരണം ഹാർമോണിക് അല്ല ഓസിലേഷൻ. പിന്നെ ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞാൽ ടിപ്പിക്കലി എന്താണ്? 1% നിന്നും ചെറുതായിരിക്കും ഫണ്ടമെൻ്റൽസ് എന്ന് പറയുന്നത്. ഫണ്ടമെൻ്റൽസിൻ്റെ 1% നിന്നും ചെറുതാണ് കോമ്പിനേഷൻ ബാൻഡ്സിൻ്റെ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത്. ഇനി ഡിഫറൻസ് ബാൻഡ് എന്ന് പറഞ്ഞൊരു ബാൻഡ് ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ V1 to V2 ആണ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. V1 അല്ലെങ്കിൽ ന്യൂ1 to ന്യൂ2 ആണ് അതിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അത് ലെസ് കോമൺലി ഒബ്സർവ്ഡ് ആയിട്ടുള്ള കോമ്പിനേഷൻ ബാൻഡ്സ് ആണ്. പിന്നെ അത് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് എന്തിനാണ്? ഫങ്ഷണൽ ഗ്രൂപ്പ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഹോട്ട് ബാൻഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഹോട്ട് ബാൻഡ്സ് എന്ന് പറഞ്ഞാൽ ട്രാൻസിഷൻ V = 1 to V = 2 ആണ്, അല്ലെങ്കിൽ ന്യൂ = 1 to ന്യൂ = 2 ആണ് എന്തെന്ന് പറയുന്നത്? ഹോട്ട് ബാൻഡ്സിൻ്റെ ട്രാൻസിഷൻ എന്ന് പറയുന്നത്. അതൊരു എലവേറ്റഡ് ആയിട്ടുള്ള ടെമ്പറേച്ചറിലാണ് കാണപ്പെടുന്നത്. ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഡിപ്പെൻഡൻറ്റ് ഇൻറ്റൻസിറ്റി ഡിസ്റ്റിങ്ക്വിഷസ് ദം ഫ്രം ഫണ്ടമെൻ്റൽസ്. അതായത് എന്ത് ചെയ്യുന്നു? ഫണ്ടമെൻ്റൽസിൽ നിന്നും അവരെ ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യുന്ന ടെമ്പറേച്ചർ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ഇൻറ്റൻസിറ്റിയാണ് ഹോട്ട് ബാൻഡ്സ് എന്ന് പറയുന്നത്. ഇനി ഫെർമി റെസൊണൻസ്. എന്താണ് ഫെർമി റെസൊണൻസ്? 2 മോഡ്സ് തമ്മിൽ ഇൻട്രാക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ കണ്ടീഷൻസ് റിക്വയർഡ് ആണ്? 2 മോഡ്സ് സെയിം സിമെട്രിയിലാണ് ആയിരിക്കണം. അതാണ് ആദ്യത്തെ കണ്ടീഷൻ. 2 മോഡ്സും സെയിം സിമെട്രിയിലായിരിക്കണം. പിന്നെ നിയർലി ഐഡൻറ്റിക്കൽ ഫ്രീക്വൻസീസ് ആയിരിക്കണം. ആക്സിഡൻ്റൽ ഡീജനറൻസി ആയിരിക്കണം ഇവിടെ ഉണ്ടാവേണ്ടത്. ഇനി ഒരു ഫണ്ടമെൻ്റലും പിന്നെ അടുത്തതെന്ന് പറഞ്ഞ ഓവർടോൺ കോമ്പിനേഷനും ഉണ്ടായിരിക്കണം. 1 ഫണ്ടമെൻ്റൽ ആൻഡ് 1 ഓവർടോൺ കോമ്പിനേഷൻ ഉണ്ടാകുമ്പോഴാണ് ഫെർമി റെസൊണൻസ് ഉണ്ടാവുന്നത്. ലോക്കലൈസേഷൻ എന്ന് പറയുന്നത് ഉണ്ടായിരിക്കണം. സെയിം മോളിക്കുലർ റീജിയനിൽ തന്നെ ലോക്കലൈസേഷൻ ഉണ്ടാകണം. ഇത്രയുമാണ് എന്തെന്ന് പറയുന്നത്? ഫെർമി റെസൊണൻസിൻ്റെ കണ്ടീഷൻസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ CO2 മോളിക്യൂളാണ് കേട്ടോ. കാർബൺ ഡയോക്സൈഡ് ആണ് ഇതിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ?
ഇനി അടുത്ത് നോക്കാമല്ലോ. ഇതിൽ സിമെട്രിക്കൽ സ്ട്രെച്ചിങ്ങും കൂടി കൊടുത്തിട്ടുണ്ട്. സിമെട്രിക്കൽ സ്ട്രെച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ V1 ഈസ് പ്രൊപ്പോർഷണൽ ടു 1330 ആണ്. അതും കൂടി നിങ്ങളൊന്ന് നോക്കിക്കോളാൻ ശ്രദ്ധിക്കുക. ഇനി കുറച്ച് ഫ്യൂർ ബാൻഡ്സ് മാത്രമേ നമുക്ക് കിട്ടാറുള്ളൂ. എന്തുകൊണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് നോർമൽ ഹെക്സൈൻ്റെ ഒക്കെ കേസ് എടുക്കുകയാണെന്ന് വെച്ചോ, 48 ഫണ്ടമെൻ്റൽ മോഡ്സും ഓവർടോണും കോമ്പിനേഷനും എല്ലാം കൂടി ചേർത്തിട്ട് ഹൺഡ്രഡ്സ് ഓഫ് പൊട്ടൻഷ്യൽ സിഗ്നൽസ് വരാറുണ്ട്. എന്നാലും ആക്ച്വൽ സ്പെക്ട്ര എന്ന് പറയുന്നത് വളരെ കുറച്ച് ബാൻഡ്സ് മാത്രമേ കാണിക്കുന്നുള്ളൂ. എന്തായിരിക്കും ഇതിന് കാരണം? ഒന്നാമത്തത് IR ഇനാക്റ്റീവ് മോഡ്സ് തന്നെയാണ്. അതായത് വൈബ്രേഷൻ എന്ന് പറയുന്ന ഡൈപോൾ മൊമെന്റ് ലാക്ക് ചെയ്യുന്നതുകൊണ്ട് എന്ത് ചെയ്യുന്നില്ല, IR സ്പെക്ട്രത്തിൽ അത് അപ്പിയർ ചെയ്യുന്നില്ല. രണ്ടാമത്തത് വീക്ക് ഇൻറ്റൻസിറ്റി, അതായത് ഓവർ ടോൺസും അതിൻ്റെ കോമ്പിനേഷനും തമ്മിൽ അവരെന്ത് ചെയ്യുന്നു, വീക്കറായിട്ട് വരുന്നു. അതുവഴി 1 to 5% ഫണ്ടമെൻ്റൽസ് മാത്രമാണ് ഒബ്സർവ് ചെയ്യുന്നത്. പിന്നെ ഡീജനറസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ മോഡ്സും അതും ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള ഫ്രീക്വൻസിയിലുള്ള മൾട്ടിപ്പിൾ മോഡ്സ് സിംഗിൾ ബാൻഡിൽ അപ്പിയർ ചെയ്യാനായിട്ട് തുടങ്ങി. ഇനി അങ്ങനെ അപ്പിയർ ചെയ്യാനും കൂടി തുടങ്ങിയത് കൊണ്ടാണ് ഡീജനറസി ഇല്ലാതെ പോകുന്നതും അതുവഴി ബാൻഡ് ഫോം ചെയ്യാനായിട്ട് ഡിഫിക്കൽട്ട് ആവുന്നതും. പിന്നെ ഇൻസ്ട്രുമെൻ്റൽ ലിമിറ്റ്സ്, അതായത് ഫ്രീക്വൻസി നമ്മുടെ ഡിറ്റക്ഷൻ്റെ ഔട്ട്സൈഡ് ആയിട്ടുള്ള ഫ്രീക്വൻസിയും ടിപ്പിക്കലി നമ്മൾ നോക്കുന്ന ഫ്രീക്വൻസിയും റീസെൻ്റ് ആയിട്ട് നോക്കുന്ന ഫ്രീക്വൻസിയും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ 400 തൊട്ട് 4000 cm⁻⁻1 വരെയാണ് ഇവരുടെ ഫ്രീക്വൻസിയുടെ ലിമിറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഈ ഫ്യൂവർ ആയിട്ടുള്ള ബാൻഡ്സ് ആണ് കിട്ടുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ IR ഇനാക്റ്റീവ് മോഡ്സ്, വീക്ക് ഇൻറ്റൻസിറ്റി ഉണ്ട്, പിന്നെ ഡീജനറസി ഉണ്ട്, ഇൻസ്ട്രുമെൻ്റൽ ലിമിറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളും കൂടി നോക്കി വയ്ക്കാൻ ശ്രദ്ധിക്കാം. റൊട്ടേഷൻ വൈബ്രേഷൻ കപ്ലിംഗ് ആണ് നമ്മൾ ഇനി അടുത്ത് പറയാൻ പോകുന്നത്. അതായത് വേപ്പർ ഫേസ് IR സ്പെക്ട്രോസ്കോപ്പിയിൽ അവർ റിവീൽ ചെയ്യുന്നത് റൊട്ടേഷണൽ ഫൈൻ സ്ട്രക്ചർ എന്ന് പറയുന്നത് എന്തുമായിട്ട് സൂപ്പർ ഇമ്പോസ് ചെയ്യുന്നു, വൈബ്രേഷണൽ ബാൻഡ്സുമായിട്ട് സൂപ്പർ ഇമ്പോസ് ചെയ്യുന്നു. ഈ ഡൈപോൾ മൊമെന്റ് ചേഞ്ച് എന്ത് കാരണമാണ് ഉണ്ടാകുന്നത്? വൈബ്രേഷൻ പാരലലി ഒക്കർ ചെയ്യുന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ പെർപെൻഡിക്കുലറി മോളിക്കുലർ ആക്സിസുമായിട്ട് ഒക്കർ ചെയ്യുന്നതുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്. പാരലൽ മോഡ്സിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ഡൈപോൾ മൊമെന്റിൻ്റെ ചേഞ്ച് എന്ന് പറയുന്നത് മോളിക്കുലർ ആക്സിസിൻ്റെ അങ്ങോട്ടായിരിക്കും. അപ്പോൾ സെലക്ഷൻ റൂൾ എന്ന് പറയുന്നത് Δν എന്ന് പറയുന്നത് +or-1, ഡെൽറ്റ ജെ എന്ന് പറയുന്ന +or-1 ആയിരിക്കും. ഇത് രണ്ടും Δνയും ΔGയും +or-1 ആയിട്ടായിരിക്കും കിട്ടുക. ഇതുവഴി Pയും Rഉം ബ്രാഞ്ച് മാത്രമേ അവർ കാണിക്കുന്നുള്ളൂ. ഇനി പെർപെൻഡിക്കുലർ മോഡ്സ് എന്ന് പറഞ്ഞാൽ ഡൈപോൾ ചേഞ്ച് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പെർപെൻഡിക്കുലർ ടു ആക്സിസ്. സെലക്ഷൻ റൂട്ട്സ് എന്ന് പറയുന്നത് Δν ആണ്. Δν എന്ന് പറയുന്നത് +or-1 ആണ്. ΔG എന്ന് പറയുന്നത് 0 ആയിരിക്കും, അല്ലെങ്കിൽ +or-1 ആയിരിക്കും. ഇത് രണ്ടുമാണ് പെർപെൻഡിക്കുലർ മോഡ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് സിഗ്നേച്ചർ ആയിട്ടുള്ള പാരലലും പെർപെൻഡിക്കുലറിൻ്റെയും ബാൻഡ് സ്ട്രക്ചറാണ്. കണ്ടോ, പാരലലിൻ്റെ ബാൻഡ് സ്ട്രക്ചർ കണ്ടല്ലോ. പാരലലിൻ്റെ ബാൻഡ് സ്ട്രക്ചർ എന്ന് പറയുന്നത് Pയും Rഉം ബ്രാഞ്ചസ് ആണ്. അതിൻ്റെ സ്പേസ് എന്ന് പറയുന്നത് -2b ആണെന്ന് വെച്ചൊഴിഞ്ഞു. അപ്പോൾ സെൻട്രൽ ബാൻഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒറിജിനൽ ആയിരിക്കും. പിന്നെന്താണ്, സിമിലർ ടു ഡയറ്റമിക് മോളിക്യൂളും ആയിരിക്കും. ഡയറ്റമിക് മോളിക്യൂളായിട്ട് കുറച്ച് സിമിലാരിറ്റി കാണും. അതേസമയം നോൺ ലീനിയർ മോഷൻ്റെ കേസ് ആണെന്നുണ്ടെങ്കിൽ Pയും Qയും Rഉം ആണ് ബ്രാഞ്ചസ്. ഇൻറ്റൻസ് ആയിട്ടുള്ള Q ബ്രാഞ്ച് Ω0 കാണപ്പെടുന്നു. പിന്നെ Q ബ്രാഞ്ച് എന്ത് ചെയ്യുന്നു, Fൽ നിന്നും എന്ത് ചെയ്യുന്നു, ΔJ എന്ന് പറയുന്നത് 0 ട്രാൻസിഷൻ ആയിരിക്കും ഇവിടെ കാണിക്കുന്നത്. ഏതിൽ? നോൺ ലീനിയർ അല്ല, പെർപെൻഡിക്കുലർ ബാൻഡ് സ്ട്രക്ചറിൽ. ക്ലിയർ അല്ലേ? അപ്പോൾ ഈ രണ്ട് സിഗ്നേച്ചേഴ്സും അല്ലെങ്കിൽ ഇതിൻ്റെ സ്പെക്ട്രൽ സിഗ്നേച്ചേഴ്സും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. എന്തുകൊണ്ടാണ് സ്പെക്ട്രൽ സിഗ്നേച്ചർ എന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ ഓരോ മോളിക്യൂളിലും സെപ്പറേറ്റ് സ്പെക്ട്രംസ് ആയിരിക്കും കാണപ്പെടുക, അതുകൊണ്ടാണ്. ഇനി അടുത്തതിലോട്ട് നമുക്ക് പോകാമല്ലോ. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്മറിയാണ്. നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നതിൻ്റെ ഒക്കെ ഒരു നോർമൽ ആയിട്ടുള്ള സമ്മറിയാണ് ഇനി അടുത്ത് പറയാൻ പോകുന്നത് കേട്ടോ. നോർമൽ മോഡ്സ് നമ്മൾ പഠിച്ചു അല്ലേ. നോർമൽ മോഡ്സിൽ പോളിഅറ്റോമിക് ആണെന്നുണ്ടെങ്കിൽ 3n-6ഉം 3n-5ഉം ആണ് ഇൻഡിപെൻഡൻറ്റ് വൈബ്രേഷണൽ മോഡ്സ് എന്ന് പറയുന്നത്. സെലക്ഷൻ റൂൾ പിന്നെ നമ്മൾ പഠിച്ചു. Δν എന്ന് പറയുന്ന +or-1 ആയിരിക്കണം എന്ന് നമ്മളും പഠിച്ചു. അത് എന്ത് ചെയ്യണം, IR റിയാക്ടിവിറ്റി ആണെന്നുണ്ടെങ്കിൽ അതിന് എന്ത് വേണം, ഡൈപോൾ മൊമെന്റിൻ്റെ ചേഞ്ച് ഉണ്ടാവണം. നോട്ട് ഓൾ കാൽക്കുലേറ്റഡ് മോഡ്സ് അപ്പിയർ ഇൻ സ്പെക്ട്രം. എല്ലാ കാൽക്കുലേറ്റഡ് മോഡ്സും സ്പെക്ട്രത്തിൽ അപ്പിയർ ചെയ്യപ്പെടുന്നില്ല. ഇനി സ്പെക്ട്രൽ കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് ഫണ്ടമെൻ്റലിന് അപ്പുറം ഓവർടോൺസ് എന്ന് പറയുന്നത് ഓവർടോൺ എന്ന് പറയുന്ന അൺഹാർമോണിസിറ്റിയെയാണ് കാണിക്കുന്നത്. അതുപോലെ ബാൻഡിൻ്റെ ഒരു കോമ്പിനേഷനും ഇവിടെ കാണിക്കുന്നുണ്ട്.
ഇതൊക്കെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് സ്പെക്ട്രൽ കോംപ്ലക്സിറ്റിയിൽ നമ്മൾ പഠിച്ച സാധനങ്ങളാണ്. ഇനി റൊട്ടേഷൻ വൈബ്രേഷൻ കപ്ലിംഗ് നമ്മളിപ്പോൾ പറഞ്ഞു. ലീനിയർ മോളിക്യൂളിനാണെങ്കിൽ പാരലൽ ബാൻഡ്സ് പെർപെൻഡിക്കുലർ ബാൻഡ്സും കാണിക്കുന്ന രീതികളും കാര്യങ്ങളും ഞാൻ ഇപ്പോൾ പറഞ്ഞു വെച്ചതേ ഉള്ളൂ. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. കോംപ്ലെക്സ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഡയറ്റോമിക് മോളിക്യൂളിൻ്റെ ചാപ്റ്റർ വായിച്ച് കേട്ടിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇത് അത്രത്തോളം കോംപ്ലിക്കേറ്റഡ് ആകും എന്ന് എനിക്ക് വിശ്വസിക്കുന്നില്ല. ഞാൻ അതിൽ വിശ്വസിക്കുന്നില്ല. നിങ്ങൾക്ക് എന്തായാലും മാക്സിമം നിങ്ങൾ ശ്രദ്ധിക്കുക, പഠിക്കുക, നന്നായിട്ട് പഠിക്കുക. മറ്റേ വീഡിയോയും കൂടിയൊക്കെ ഒന്ന് റെഫർ ചെയ്ത് നോക്കുക. കാരണം ആ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഇതിലോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ടേംസ് കുറച്ചുകൂടി ക്ലിയർ ആവുന്നതായിരിക്കും. ഓക്കെ അല്ലേ? അപ്പം എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്, ഷെയർ ചെയ്യുക. അപ്പോൾ ഒരുപാട് പേരിലേക്ക് എൻ്റെ ഈ ഒരു വീഡിയോ എത്തും. അങ്ങനെ ഒരു ഹെൽപ്പും കൂടി ഞാൻ നിങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കുന്നു. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് വീണ്ടും വീണ്ടും ഇതിൻ്റെ കൂടുതലായിട്ടുള്ള ഇനിയൊരു 3 ചാപ്റ്റേഴ്സും കൂടി ഉണ്ട്. അപ്പോൾ ആ 3 ചാപ്റ്റേഴ്സും കൂടി ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അതിനുള്ള ആക്സസ് കിട്ടും. ഓക്കെ, അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്.